ദിസ് ഇസ് ലാസ്റ്റ് സൺഡേ മോർണിംഗ്. പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും എനിക്കൊരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ തംബ്നെയിലിൽ ശ്രദ്ധിച്ച പോലെ തന്നെ ഒരു കമൻറ്റ് ഇറ്റ് ചേഞ്ച്ഡ് മീ. ലോട്ടൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ മൊത്തത്തിൽ ഈ ഒരു ചാനലിനെ നോക്കി കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഔട്ട്ലുക്ക് ഉണ്ടല്ലോ, അതിനൊരു ചേഞ്ച് ഉണ്ടായി. കമൻറ്റ് ചെയ്താന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു റീഡ് ഇറ്റ് ഔട്ട് ടു. ഹായ് ലയന, ഐ ജസ്റ്റ് stumbled upon this channel. It's refreshing to watch a fellow mom teacher working mom. Hang in there. Your content has power to attract certain level of subscribers. It's about those who watch your content till the end. Audience engagement matters the most. Keep going. പറഞ്ഞത് സത്യമാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്നതിലുപരി നമുക്കുള്ള ആൾക്കാർ, ദയർ ജെനുവിനിറ്റി, അവരുടെ ഒരു അഫെക്ഷൻ. ഞാനിപ്പോൾ നിലുവിൻ്റെ ഏതോ പാട്ടിനാണ് അവിടെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഐ എം ഹാപ്പി ടു. ഒരുപാട് കമൻറ്റ്സ് എനിക്ക് എല്ലാം ഇവിടെ വായിക്കണമെന്നുണ്ട്. ഞാനിങ്ങനെ മാറ്റി മാറ്റി പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ആ കിട്ടുന്ന ആൾക്കാർ അത് ലാസ്റ്റ് വരെ അത് കാണുന്നത്, ദേ ആർ സ്റ്റാൻഡിങ് വിത്ത് യു. ശരിയാണ്, എനിക്ക് എന്നെ എൻകറേജ് ചെയ്യാനിട്ട കമൻറ്റ്സൊക്കെ വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നികിതയൊക്കെ, ചേച്ചി ഞാൻ റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ. ട്രീസയാണെങ്കിലും ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞിട്ട് ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട് ടു മീ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ ലക്കിയല്ലേ. ആകെപ്പാടെ എനിക്ക് 4500, ഇന്നിപ്പോൾ ഒരു 533 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇതിൽ ഫുൾ വീഡിയോ, ലോങ് വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർ ഒരു ശരാശരി എടുത്താൽ 1K to 1.5K ആണ്. ഈ 4500 ആൾക്കാരും സ്ഥിരമായിട്ട് വീഡിയോ കണ്ടാൽ തന്നെ അത്രയും വ്യൂസ് വരും. ബട്ട് അതിൽ ഈ 1K to 1.5K ആൾക്കാരെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം. അതാണ് ആക്ച്വലി നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു കൗണ്ട് അങ്ങനെയാണ് വരുന്നത്. ഒരു 10 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിലായാൽ പോലും അവരുടെ ഒരു ആവറേജ് വരുന്നത്, ലോങ് വീഡിയോസിൻ്റെ ഒരു ആവറേജ് വരുന്നത് 1 lakh to 2 lakhs ഒക്കെ ഉണ്ടാവത്തുള്ളൂ. എവ്രിബഡി ഈസ് നോട്ട് ഗോയിങ് ടു സിറ്റ് ആൻഡ് വാച്ച്. ഷോർട്സ് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടാവാം, ആൻഡ് അവർക്ക് നമ്മൾ ആ കണ്ടൻറ്റാണ് കൊടുക്കേണ്ടത്. ആ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവർ അത് കാണുന്നു, ലോങ് വീഡിയോസ് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവർ ഇതും കാണുന്നു. എനിക്ക് ഒത്തിരി കാശ് വേണമെന്ന് വെച്ചിട്ടല്ല കേട്ടോ, എനിക്ക് വ്യൂസ് കുറയുന്നത് ഭയങ്കര സങ്കടമാണ്. അതെന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ റവന്യൂ കുറയുന്നുണ്ടെന്നല്ല, എനിക്ക് ആകെപ്പാടെ ഇതുവരെ ഇതിനകത്ത് നിന്നൊരു 8000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. മന്ത്ലി ഒന്നും എനിക്ക് കിട്ടുന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു $52 അതൊരു $100 ആവണമെങ്കിൽ തന്നെ ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമൊക്കെ പിടിക്കും. അതങ്ങനെ ഞാൻ റെഗുലറായിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യാറുമില്ല. ഫസ്റ്റ് ഒരു $100 ആവുന്നത് വരെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഞാനത് തുറന്ന് നോക്കാറില്ല. എനിക്കറിയാം ഒച്ചഴയുന്ന പോലെ അതവിടെ കിടന്ന് എഴുതുകൊണ്ടിരിക്കുവാണെന്ന്. കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ സൺഡേയിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ലേറ്റായിട്ട് എണീറ്റത് കൊണ്ടും പിന്നെ ഇന്നലെ ചിക്കൻ മേടിച്ചത് കൊണ്ടും, ബീഫാണെങ്കിൽ രാവിലെ ബീഫ് കറി വെച്ചിട്ട് അപ്പവും മറ്റൊക്കെ ചെയ്യുമായിരുന്നു. രാവിലെ അങ്ങ് ന്യൂഡിൽസും എഗ്ഗും ആക്കി ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിയിട്ട്. എത്ര പേര് കാണുന്നു എന്നുള്ളതിലല്ല, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളതിലുമല്ല, കാണുന്നവർ എത്രത്തോളം ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതെനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ എനിക്ക് മെൻ്റലി ചെറിയൊരു ആശ്വാസമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 1000 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനിയും ലോങ് വീഡിയോ ചെയ്യും. ഈ ഒരു 1K ആൾക്കാർ, ഇപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ, 1K to 1.5K, അവരുടെ സമയം മാറ്റി വെച്ച് ഇത് കണ്ട് ഞാൻ ഡൗൺ ആയപ്പോഴത്തേക്ക് ആ വീഡിയോസിന് എനിക്ക് ഒത്തിരി കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതും അതിനടുത്ത വീഡിയോയ്ക്കും എന്നെ എൻകറേജ് ചെയ്യാനിട്ട കമൻറ്റ്സ് അല്ലേ അതൊക്കെ. സോ ഞാൻ കടപ്പെട്ടിരിക്കുവാണ്. ഐ ഹാവ് ടു ഡു ദിസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിങ്ങനെ തുടരാം, നോക്കാം നമ്മുടെ കൂടെ കൂടാനായിട്ട് ഇനി ആൾക്കാരുണ്ടാവുമോ എന്നൊക്കെ. രാവിലെ നൂഡിൽസിൽ ഒതുക്കിയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഇന്ന് നമ്മൾ കുഴിമന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ നൈറ്റ് അലൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അതിന്ന് കുറച്ച് പീസസ് ഞാൻ മന്തിക്കായിട്ട് ഈ ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ നിന്ന് രാവിലെ എടുത്ത് വെളിയിൽ വെച്ചു. ഇതിലിനിയിപ്പോൾ മസാലകളായിട്ട് ലേശം ഉപ്പ്, മന്തി മസാലയ്ക്ക് കുറച്ച് ഉപ്പ് കൂടുതലാണ്, അതുകൊണ്ട് ഇത്തിരി ഉപ്പിട്ടാൽ മതി. പിന്നെ ഇതിൽ മന്തി മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഫുഡ് കളറിങ് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ റെഡ് ഫുഡ് കളറിങ് ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, മന്തിയുടെ കളറിലൊരു ഡിഫറൻസ് വരുമെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിൽ കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം കുക്കറിൻ്റെ ബോട്ടമിലായിരിക്കും നമ്മളിത് വെക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇച്ചിരി എണ്ണയുണ്ടെങ്കിൽ അതധികം ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല, മൊരിഞ്ഞും കരിഞ്ഞും ഒന്നും പോകത്തില്ല. ഇത് ഇങ്ങനത്തെ കൊഴുപ്പിൻ്റെ ഒരു 2-3 പീസുകളും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ പീസ് ഉണ്ടെങ്കിൽ റൈസ് നല്ല ടേസ്റ്റി ആയിട്ട് വരും.
ഇതിൻ്റെ ഇടയിൽ നിലു ഉറങ്ങാതെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അവൻ ഉറങ്ങിയിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാത്രി 3 മണിക്ക് കൊടുക്കേണ്ടി വരും. കുക്കുവിൻ്റെ ചുമയും ഒക്കെ ഉണ്ട്. ഓ പ്യൂൽ, ക്ഷമിക്കണം, സഹകരിക്കണം. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്യുന്ന സംഭവം നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. കുറച്ച് നല്ല പഞ്ചുള്ള മസാലയാണ് ഈ മന്തി മസാല എന്ന് പറയുന്നത്. ഓവർ നൈറ്റ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കുക്കിംഗ് പരിപാടികൾ തുടങ്ങുമ്പോഴത്തേക്ക് ഫസ്റ്റ് ചെയ്യുന്നത്, ഞാൻ മന്തി വെക്കുന്നതിന് കറക്റ്റ് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്ത് ചെയ്യാം. എവറിബഡി ഈസ് ഡിഫറെൻ്റ്, ഐ നോ. അപ്പോൾ ആദ്യം നമ്മൾ ആ മന്തി മസാല പുരട്ടി അവിടെ മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് എൻ്റെ പുതിയ കലം ഉദ്ഘാടനമാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ചളങ്ങിയ ഒരു വണ്ടാവ് പോലത്തെ ഒരു പാത്രത്തിലായിരുന്നു ഞാൻ റൈസൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഞാൻ തൂക്കി വിറ്റു. എന്നിട്ടൊരു അലൂമിനിയം കലം മേടിച്ചു. ഈ കലത്തിൽ ഒരു 1.25 സെല്ല റൈസ് കഴുകി ആവശ്യത്തിന് വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പും ഈ ഉണക്ക നാരങ്ങ ഒരു ഇടിയൊന്നും ഇടിച്ചാൽ മതി. പക്ഷേ ഞാൻ ആ ഇടികല്ല് വെച്ച് ഇടിച്ചപ്പോൾ അത് തവിട് പൊടിയായിപ്പോയി. അതൊക്കെ കൂടെ വാരി അതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇനി മുഴുവൻ മസാലകളായിട്ട് ഇതിൻ്റെ അകത്ത് പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, ഇതെല്ലാം ഇട്ടിട്ട് ഈ അരി തിളച്ച് തൂവി ഇങ്ങനെ മേലെ പോവാതിരിക്കാനായിട്ട് ഞാനൊരു വുഡൻ സ്പാറ്റുള വെച്ചിട്ടാണ് ഇത് അടച്ചു വയ്ക്കുന്നത്. അരി നമ്മളൊരു 80% വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് പിന്നെ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലും കൂടെ വരുത്തണം. അപ്പോൾ അത് ഒത്തിരി ആയിപ്പോവും. ഒത്തിരി വെന്ത് പോയാൽ മന്തി കൊള്ളത്തില്ല. റൈസ് കുറച്ച് കട്ടിക്കിരിക്കണം. മസാലകൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനകത്തേക്ക് മൊത്തം തെറ്റലായിരുന്നു ഒരു ബേ ലീഫും പിന്നെ മാഗി ക്യൂബിൻ്റെ പാക്കറ്റിൽ 2 എണ്ണം വരുമല്ലോ, 1 ക്യൂബ്. അത് ഇച്ചിരി ഒരു ഷോ, അരിയുന്നൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഷോ ഓഫ്. ഇനി നമുക്ക് ഈ ഒരു ക്യാപ്സിക്കം കുനുകുന അരിഞ്ഞെടുക്കാം. ഇത് അതിന് നല്ലൊരു മണം വരുത്തും, അതായത് മന്തിക്ക്. അപ്പോൾ ഇത് കലങ്ങി പോകണം, അങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കരുത്. അപ്പം അത്രയ്ക്ക് ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അതരിഞ്ഞ് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഞാനിങ്ങനെ പ്ലാൻ ചെയ്താൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇനി അത് കുക്കറിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ആകെ വേണ്ടത് മാരിനേറ്റ് ചെയ്ത ചിക്കനും ക്യാപ്സിക്കമാണ്. അത് രണ്ടും പ്രിപ്പയർ ചെയ്ത് വെച്ച സ്ഥിതിക്ക് മയണൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ട, ഇത്തിരി വിനാഗിരി, ഇത്തിരി ഉപ്പ്, 1 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ കുറച്ചായിട്ട് അടിച്ചെടുക്കുക. തിക്നെസ്സിന് ഇടയ്ക്കിടയ്ക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എത്ര കട്ടി വേണോ അത്രത്തോളം ഓയിൽ ഒഴിക്കുക. ഓയിൽ കൂടുന്തോറും കട്ടി കൂടിക്കൊണ്ടിരിക്കും. മയണൈസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ പാത്രത്തിലേക്ക് മാറ്റുന്നുള്ളൂ. കാരണം ഇങ്ങനെ ഇത് അടിക്കുമ്പോൾ അടപ്പിലും സൈഡിലും ഒക്കെ പറ്റിയിരിക്കും. ഇത്തിരി നേരം അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ഇതെല്ലാം ജാറിൻ്റെ താഴത്തേക്ക് വന്ന് അടിയും. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാൻ എളുപ്പമായിരിക്കും. ഈ ഒരു സമയത്ത് വേവ് മതി നമ്മുടെ അരിക്ക്. ഇപ്പോൾ അരി എടുക്കുമ്പോൾ അത് ഇത്തിരി കല്ലിച്ച് ഇത്തിരി വെന്ത പോലെ തോന്നും, അത്രയും മതി. കാരണം ഇതിപ്പോൾ കലം കുറച്ച് അടഞ്ഞതായതുകൊണ്ടും ഇനി ഇത് അടച്ചിട്ടിട്ടൊക്കെ നമ്മൾ എടുക്കത്തേലേ ഉള്ളൂ. അപ്പോൾ അന്നേരം എല്ലാം അത് ഇരുന്ന് ഇത്തിരി അങ്ങ് ആവശ്യത്തിനുള്ള വേവ് ആയിക്കോളും. കലത്തിന് പറ്റിയ അടപ്പും ഞാൻ പാത്രക്കടയിൽ നിന്ന് മേടിച്ചിരുന്നു. 2 ക്ലിപ്പിട്ട് അത് നൈസായിട്ട് ഇതുപോലെ അങ്ങ് വാർത്തിടാം. വെള്ളം മൊത്തം പോയി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കുക്കറൊന്ന് മെഴുക്കിയെടുക്കണം. കാരണം ഞാൻ 2-3 തവണ ഉണ്ടാക്കിയപ്പോഴേ താഴത്തെ ചിക്കനും പിന്നെ റൈസ് സൈഡിലും ഒക്കെ കയറി ഒട്ടിപ്പിടിച്ചങ്ങിരിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊന്ന് മാറാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ കുക്കറിൻ്റെ വശത്തും താഴത്തുമൊക്കെ ഈ ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഹോമം തുടങ്ങാം. ഇതിനകത്തേക്ക് വെക്കാനായിട്ട് നമുക്ക് ഒരു ചിരട്ട കത്തിച്ചെടുക്കണം. കനൽ വേണം. അപ്പോൾ ഇനി വിറകൊന്നും കത്തിക്കാൻ നടക്കത്തില്ലല്ലോ. ഞാൻ ഇതുപോലെ ഗ്യാസിൽ ഒരു ചിരട്ട വെച്ച് തീ പിടിപ്പിച്ചെടുത്തു. ഇനി അത് അമ്മേനെ ഏൽപ്പിക്കും. അമ്മ വെളിയിൽ കൊണ്ടുപോയി അതെനിക്കൊരു ചെറിയ കിണ്ണിയിലാക്കി തരും. ഇനി ആ അടുപ്പിലേക്ക് നമുക്ക് കുക്കർ വെച്ചിട്ട് ചിക്കൻ ആദ്യം ഇട്ട് കൊടുക്കാം. മസാല പുരട്ടിയിരിക്കുന്ന ചിക്കൻ അത് നല്ല താഴത്തൊരു ബേസ് പോലെ ആക്കിയിട്ട് അതിന് മീതേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, മാഗി ക്യൂബിൻ്റെ പാക്കറ്റിൽ ഒരു സ്ക്വയറും കൂടെ കാണുമല്ലോ, അത് പൊടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് റൈസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് മീതേക്ക് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതാണ് ഇപ്പോൾ ഒഴിക്കുന്നത്, ഒരു 2 റൗണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്ന് രാത്രിത്തേക്കും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി ഇത്തിരി അധികം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 3 തട്ട് വന്നു. ഇത്തിരി കൂടെ മഞ്ഞൾപ്പൊടിയും പാലും കലക്കിയത് ഏറ്റവും മേളിലായിട്ട് ഒരു 3 പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കാം. അലങ്കാര പണികളൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇതിന് മീതേക്ക് നമ്മുടെ കനൽ അതെടുത്ത് വെച്ചിട്ട് കുക്കർ അടയാൻ പാകത്തിന് ആ കിണ്ണി അങ്ങ് താഴ്ത്തി വെക്കണം. കൈ കൊണ്ട് എടുക്കാൻ നിൽക്കരുത്, കൈ പൊള്ളും. നന്നായിട്ട് പുക വരാനായിട്ട് മീതെ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ടപ്പേന്ന് അടപ്പങ്ങ് അടയ്ക്കുക. അപ്പോൾ ഇനി അത് ആ പുകയൊക്കെ അങ്ങ് മാറിക്കോളും, പേടിക്കണ്ട. സംയമനം പാലിച്ചാൽ മതി. നമ്മളിനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വിസിലടിച്ചെടുക്കും. കുറച്ച് നേരം ഇരുന്നിട്ടും വിസിൽ വരുന്നില്ല എന്ന് തോന്നിയാൽ പ്രഷർ കൊടുത്ത്, അതായത് തീ നല്ലപോലെ കൂട്ടി വിസിലടിപ്പിച്ചെടുക്കണം. അരി വെന്ത് പോയാൽ മന്തി കൊള്ളത്തില്ല.
കൊള്ളത്തില്ല എന്നല്ല, കഴിക്കാനൊരു സുഖം ഉണ്ടാകത്തില്ല. ഈ ഒരു വിസിൽ വരുന്ന സമയത്തിന് നമുക്ക് പാത്രം കഴുകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനിങ്. ഇനി കഴുകി മാറ്റാനായിട്ട് നമ്മുടെ ചോപ്പിംഗ് ബോർഡ് മാത്രമേ ഇരിപ്പുള്ളൂ. അതിൽ നമുക്ക് ഇനിയും സാധനങ്ങൾ അരിയാനുണ്ട്. ഒരു തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരും ഇത്രയും പരിപാടിക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി ഫ്രീ ആവും. പിന്നെ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് സമയത്ത് വന്നെടുത്ത് വിളമ്പി തിന്നാൽ മതി. ഈ പരിപാടി ഞാൻ തുടങ്ങിയത് ഏകദേശം ഒരു 11:30 മണിയൊക്കെ ആയി. ഒരു 12:30 ആയപ്പോഴത്തേക്ക് ഇത് തീർന്നു കേട്ടോ. എനിക്കിത്തിരി വെപ്രാളം കൂടുതലുണ്ടെന്ന്, കാരണം കുക്കുനെ പഠിപ്പിക്കണം. സൺഡേ അവൻ രാവിലെ മലയാളം പഠിക്കാൻ ഏറ്റിരിക്കുകയാണ്. വൈകുന്നേരത്ത് കോൺവെർസേഷനും ഡിക്റ്റേഷനും പഠിക്കണം. നാളത്തെ അവൻ്റെ എക്സാം കോൺവെർസേഷനും ഡിക്റ്റേഷനുമാണ്. കോൺവെർസേഷൻ അതൊരു 2-3 പ്രാവശ്യം അവരുടെ അടുത്ത് ചോദിക്കും. അതിനിങ്ങനെ പ്രോപ്പർ ടൈം ടേബിൾ കൊടുക്കത്തില്ല. അപ്പോൾ അത് ആർട്ടിഫിഷ്യലായി പോകത്തില്ലേ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാനത് സ്കൂളിൽ നിന്ന് തന്നപ്പോൾ തൊട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആ വിസിൽ വരുന്ന ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് തന്നെ, ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ സാലഡും തക്കാളി ചട്നിയും ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 തക്കാളിയും പിന്നെ ഒരു 1/2 തക്കാളി ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, അതും എടുത്തു. ഒരു സവാള എടുത്തു. ക്യാബേജിൻ്റെ പകുതി എടുത്തു. പക്ഷേ അത്രയും വേണ്ടാന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അതൊന്ന് വീണ്ടും കുറച്ചു. ഇത് ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇത് കണ്ടം തുണ്ടമായിട്ട് അരിഞ്ഞ് കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ബൂട്ടി. ഞാൻ 50 പ്രാവശ്യം തുടയ്ക്കുന്ന കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ടാണ് താഴെ വീണ ക്യാബേജ് ഞാനെടുത്തിട്ടത്. ഇനി അതിലേക്ക് ഒരു 1/2 സവാള എടുക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അത് ഞാൻ പിന്നെ ഒരു 1/2 സവാളയുടെയും പകുതി ഭാഗമാക്കി, അത്രയും മതി. അതും കൂടി ഇട്ടു. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ളുപ്പും ഇത്തിരി വിനാഗിരി ഒഴിച്ച് ഇതിനെ നല്ലപോലെ കൈവച്ചൊന്ന് ഉടച്ചെടുക്കാം. ഇത്തിരി പെപ്പർ പൗഡറും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു കറുമുറ ആയിട്ടും ഇരിക്കും. പിന്നെ ഈ കൈവച്ച് ഇത്ര പ്രഷർ കൊടുത്ത് ഉടയ്ക്കുന്നത് കൊണ്ട് അത് അത്യാവശ്യത്തിന് ഒന്ന് ബ്ലെൻഡായിട്ടും ഉണ്ടാവും. അതവിടെ അടച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം. അതിന് ഞാൻ നേരത്തെ മാറ്റിയ ആ സവാളയുടെ പീസസാണ് എടുക്കുന്നത്. അതെല്ലാം കൂടി ഇട്ടിട്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എടുത്ത 2 തക്കാളിയും പിന്നെ ഒരു 1/2 തക്കാളി. ഞാൻ 2-3 തവണ ഈ തക്കാളി ചട്നി ഉണ്ടാക്കിയപ്പോൾ സവാളയും തക്കാളിയും ഒരേ പോർഷൻസിലെടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ആ ചുവന്ന കളറ് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ സവാളയുടെ അളവ് തീരെ കുറച്ചിട്ടുണ്ട്, തക്കാളിയുടെ അളവാണ് കൂട്ടിയിട്ടുള്ളത്. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില, ഇത്തിരി ഉപ്പ്, ഇത്തിരി കാശ്മീരി മുളക് പൊടി അതും കൊണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ വിസിലടിച്ചിരുന്നു. അതിനി എടുത്ത്, ഞാൻ പറഞ്ഞില്ലേ ചോറല്ലെങ്കിൽ കലങ്ങിപ്പോവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ അങ്ങ് പോയി കിട്ടും. അതത്ര അരച്ചാൽ മതി കേട്ടോ. ഞാൻ ആ വീഡിയോ അധികം കട്ട് ചെയ്തിട്ടില്ല, അത്രയും മതി. അതിനുള്ളിൽ തന്നെ അത് നന്നായിട്ട് അരഞ്ഞു വന്നോളും, നല്ലൊരു കളറും കിട്ടും. മയണൈസും മാറ്റാനുണ്ട്, പക്ഷേ നമുക്ക് ആദ്യം മന്തി മാറ്റാം. റൈസ് വെന്ത് പോകുമല്ലോ അല്ലെങ്കിൽ. ആ കിണ്ണിയിൽ പറ്റിയിരിക്കുന്ന അരിയൊക്കെ ഞാനൊരു കത്തി വെച്ചിട്ട് ചുരണ്ടി കുക്കറിലേക്ക് ഇടുവാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു ഹോട്ട് പോട്ടിലേക്ക് തട്ടി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഹോട്ട് പോട്ടിലേക്ക് മാറ്റി. അടിയിലൊരു ഇത്തിരി പിടിച്ചിട്ടുണ്ടാകും, അത് പിടിക്കാതിരിക്കത്തില്ല. നമ്മളങ്ങനെ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ അതിൻ്റെ അകത്ത്, അതുകൊണ്ടൊരു ഇത്തിരി പിടിക്കും. കുക്കർ കൈയോടെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നാൽ ഇവിടുത്തെ ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുക്കറും കൂടെ കഴുകാൻ പറ്റുന്നൊരു പരുവത്തിൽ അത് ഇളകി വന്നുകൂടും. അത്രയ്ക്ക് അങ്ങോട്ട് കയറി കരിയത്തില്ല. മയണൈസും തക്കാളി ചട്നിയും ഞാൻ ഓരോ പാത്രങ്ങളിലാക്കി ഇതും അടച്ചങ്ങോട്ട് മാറ്റി വെച്ചു. വരൂ, നമുക്കിനി ആ ഗ്യാസിൻ്റെ അടുത്ത് പോയി അത് വൃത്തിയാക്കാം. മറ്റേ മുന്തിരി ടോപ്പിലേക്കൊക്കെ വിളിക്കുന്ന പോലെ ഗ്യാസിൻ്റെ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി, അതിനെന്താ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ബർണർ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ആ മേളിലുള്ള സാധനം അത് 3 ഞാൻ ഇളക്കി മാറ്റിയിട്ടാണ് തുടയ്ക്കുന്നത്. അങ്ങനെ മാറ്റി തുടയ്ക്കുമ്പോൾ നല്ല രീതിക്ക് തുടയ്ക്കാൻ പറ്റും ആ സൈഡൊക്കെ. ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് ചായ ഇടുന്നത് വരെ അവിടെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നനച്ച് തുടച്ചിട്ടിട്ടുണ്ട്. ഇനി പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൻ്റെ അടിയിൽ പിടിച്ച സംഭവങ്ങളൊക്കെ ഇളകിയിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും ഒരു 2-3 പൊട്ട് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. ഇതിന് മുമ്പ് ഞാൻ അത് ചുരണ്ടിയിട്ടില്ല, വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ താഴെയൊക്കെ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ആ സ്റ്റീൽ വലയില്ലേ, അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഉരച്ച് കഴുകാം. കുക്കറും കൂടെ കഴുകി ഇതെല്ലാം ഞാൻ ഈ കൊണ്ടു പോകുന്നത് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. അവിടെ വെളിയിലൊരു സ്റ്റീൽ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. കറക്റ്റ് വെയിൽ വീഴുന്നിടത്താണ് അത്. അവിടെ ഇരുന്നത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വൈകിട്ട് ചായ ഇടാൻ നേരത്ത് അതെടുത്ത് അകത്ത് വെക്കാനും പറ്റും. ഇൻ കേസ് ഇഫ് യു ആർ വാച്ചിങ് ദ വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം. മുമ്പുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ ബാസ്ക്കറ്റ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചു. നമ്മുടെ ഈ മാറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നനഞ്ഞിട്ടുണ്ട്. കൈ തുടയ്ക്കുന്ന ടവലും ഇതെല്ലാം കൂടെ ഞാനെടുത്ത് കിണറ്റിൻ്റെ മേളിലെ വലയുടെ പുറത്തിടും. കിണറ്റിലെ വെള്ളം ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല, തീരെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ പൈപ്പ് ലൈൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം താഴത്തേക്ക് വീണാൽ വൃത്തികേടാവില്ലെന്ന് അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ. ആ വെള്ളം യൂസ് ചെയ്യുന്നില്ല. ഉപ്പ് വരും, അറിയാമല്ലോ, കടൽ ഇത്രയും അടുത്തുള്ളതുകൊണ്ട് ഉപ്പ് കാണും. അങ്ങനെ ഞാൻ കുക്കു സാറിനെ മലയാളം പഠിപ്പിക്കാനായിട്ട് ഇരുത്തി. അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുവാണ് കേട്ടോ. നിലുവിൻ്റെ നിമ്മല മന്തി കഴിക്കത്തില്ല.
അതറിയാമല്ലോ. അപ്പോൾ അവിടെ പോയിട്ടായിരിക്കും ലഞ്ച് കഴിക്കുന്നത്. കുറേ നാളായി ആൻറ്റി വിളിക്കുന്നു, അപ്പം ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറുതിനെയും കൊണ്ടുപോയി. അവൻ നിന്ന് ബഹളമായിരുന്നു. പിന്നെ ഞാൻ കുക്കുവിനെ പഠിപ്പിക്കുകയാണല്ലോ, പോരാത്തതിന് മലയാളം. അമ്മയ്ക്കറിയാം ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ടെററാവും, ഞാനും കുക്കുവും തമ്മിൽ ഉടക്കും, ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവും. അവസാനം ഒരു ധാരണയിലെത്തി. മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം മലയാളം എക്സാമിൻ്റെ തലേന്ന് പഠിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് മാത്സും കൂടെ ഒന്ന് പഠിച്ച് തീർത്ത് വെച്ചിട്ടുണ്ട്. കണക്ക് പ്രകാരം മലയാളം പഠിത്തം നിർത്തേണ്ട സമയമായില്ലല്ലോ, നേരത്തെ നിർത്തിയതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ മാത്സിലെ സോൾവും ഒരു 2-3 അഡീഷണൽ സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യുക, എന്നിട്ട് നിർത്താമെന്ന്. അങ്ങനെ പിന്നെ അതും ചെയ്തു. ഇത് കുക്കുവിന് വാരി കൊടുക്കാനായിട്ടുള്ള മന്തിയാണ്. എനിക്ക് പ്ലേറ്റ് ചെയ്യുന്നൊന്നും കാണിച്ചിട്ടില്ല, ഈ ഒരു ആദ്യം എടുത്തത് കൊണ്ട് ഞാൻ അതങ്ങ് കാണിക്കുവാണ്. മന്തിയുടെ ഒരു ലുക്ക് ഇങ്ങനെയായിരിക്കും. എന്നിട്ട് ഞങ്ങൾ പുറത്ത് പോയി നല്ല കാറ്റും കൊണ്ടിരുന്ന് മന്തി കഴിച്ചു. അകത്ത് നല്ല ചൂട്, പുറത്താണെങ്കിൽ ചൂടുണ്ടെങ്കിലും ഇങ്ങനെ കടലല്ലേ, നല്ല കാറ്റടിക്കും, കടൽ കാറ്റ്, നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഇതിനിടയിൽ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ഇംഗ്ലീഷും ഡിക്റ്റേഷനും ഒക്കെ പഠിക്കുന്ന കാര്യമാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനും ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ 2 പേരും വന്ന് കിടന്നു. അലനും ഇല്ല, അലൻ സിജിയിൽ പോയി, ബൈ കണ്ടില്ലല്ലോ. ഇനി ഉച്ചയ്ക്ക് വന്നിട്ട് തന്നെ എടുത്തൊക്കെ കഴിച്ചോളും. അമ്മയും നിലവും തിരിച്ചെത്തിയിട്ടില്ല. കിടന്നുറങ്ങാൻ നേരത്ത് ടേബിളിലിരുന്ന ചെറിയ ലൈറ്റാണ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോവും. ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റാലല്ലേ പഠിക്കുന്നതൊക്കെ ഓർമ്മ നിൽക്കത്തുള്ളൂ. ഇതിനിടയിൽ രാവിലെ പുറത്ത് കളിക്കാനും പോയിരുന്നു കേട്ടോ, എന്നിട്ടാണ് പഠിക്കുന്നത്. ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഞാൻ വരുന്നത് നിലുവിൻ്റെ അമൃതത്തിൻ്റെ കുപ്പിയും കൊണ്ടിട്ടാണ് കേട്ടോ. വൈകുന്നേരം ഇന്ന് ഡോക്ടർ അങ്കിളിൻ്റെ പേരൻസിൻ്റെയും വൈഫിൻ്റെയൊക്കെ ഓർമ്മ പൂജയുണ്ട്. അമ്മ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മ അമൃതം കാച്ചി ആ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. നിലുവിനെ ഉറങ്ങിയിട്ടാണ് അമ്മ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ കിടന്ന റൂമിൽ താഴെ പായിട്ട് നിലുവിനെ കിടത്തിയിരുന്നു. അവൻ എണീക്കുന്ന ഉടനെ തന്നെ അമൃതം കൊടുക്കണം. അങ്ങനെ എൻ്റെ ദേഹത്ത് ചാരിയിരുന്ന് അമൃതം കുടിച്ചു. ആ കുപ്പിയുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോരുന്നത്. കുക്കു സാർ എണീറ്റ് പുറത്ത് കളിക്കാൻ പോയിട്ടുണ്ട് ഫുട്ബോളുമായിട്ട്. അപ്പോൾ പഠിച്ചു തീർത്തു എന്നുള്ളൊരു അഹങ്കാരമാണ്. പിന്നെ ഇംഗ്ലീഷും ഡിക്റ്റേഷനും കോൺവെർസേഷനും ഒന്നും അവന് വലിയ പേടിയൊന്നുമില്ല. അതൊക്കെ പറയുമ്പോഴത്തേക്ക് അത് പഠിക്കാനാണോ മമ്മ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്നുള്ളതൊക്കെ സംസാരമാണ്. അതെല്ലാം നല്ലപോലെ പഠിച്ചു വരിക്കുക, ഇൻക്ലൂഡിങ് കോമ്പസിഷൻ. അപ്പോൾ ഞാൻ മന്തിയൊക്കെ എടുത്ത് മാറ്റി അപ്പുറത്തേക്ക് വെച്ചു, ചെറിയ പാത്രങ്ങളിലാക്കി. വലിയ പാത്രം ഇവിടെ ഇരിക്കുന്നത് ഈ കുഞ്ഞ് കിച്ചണിന് താങ്ങാൻ പറ്റില്ല, വേറൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അതവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാനും അമ്മയും ലില്ലിയമ്മച്ചിയും പിള്ളേരും കൂടെ ഡോക്ടർ അങ്കിളിൻ്റെ വീട്ടിൽ പോകും. അവിടെ നമുക്ക് ഫുഡുണ്ട്. എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, ഞങ്ങളിൽ ഒരാൾക്കല്ലേ പോകാൻ പറ്റൂ, പിള്ളേരുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് നീലു ഉള്ളതുകൊണ്ട്. അവനാണെങ്കിൽ ഉറക്കമായിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും കൂടി എടുത്ത് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ടൊന്ന് പോയിട്ടൊക്കെ വന്നേനെ. രാവിലെ ന്യൂഡിൽസ് ഉണ്ടാക്കി അത് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിച്ചതുകൊണ്ട് നമ്മുടെ ആ ഹോട്ട് പോട്ടിൻ്റെ അകത്ത് നോക്കിയില്ലായിരുന്നു. അതിൽ ഇന്നലെ രാത്രി അലന് ചെയ്യുന്നതിൻ്റെ ഒരു ചപ്പാത്തി ബാക്കിയിരിപ്പുണ്ടായിരുന്നു. ആ ഒരു ചപ്പാത്തി ഞാനൊരു ചെറിയ ഡബ്ബയിലാക്കി അതും ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിനി കഴുകാനുള്ളത് 2 ഹോട്ട് പോട്ട്സാണ്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ആ കാസറോളും ഇതും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ചായ ഇടാം. നേരെ വന്ന് ഞാൻ ചായ ഇടത്തില്ല, എനിക്കൊരു ഇവിടെ ഒന്ന് ക്ലിയർ ആണെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വസ്ഥവും സമാധാനപരവുമായിട്ട് നമ്മളിരുന്ന് ചായ കുടിക്കണമെങ്കിൽ ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഈ ചായക്കപ്പ് മാത്രം കഴുകി വെച്ചാൽ മതി എന്ന് തോന്നണം. അപ്പോൾ ചായ ഇടുന്ന പാത്രം വരെ കഴുകി വെച്ചിട്ട് ഞാൻ ചായയായിട്ട് പോകാറുള്ളൂ. ഇന്നത്തെ സൺസെറ്റ് ഒരു ഏകദേശം കാണാൻ പറ്റും എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ സ്കൈ നിൽക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ടൊരു മന്ദാരം പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ ഇത്തിരി വെയിലും വന്നു. ഞങ്ങൾ കിടക്കുന്ന സമയത്ത് വീണ്ടും ഒന്ന് ഇരുട്ടിയൊക്കെ വന്നു. ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ആൾ ക്ലൗഡിൻ്റെ ഇടയിലാണ്. എന്തായാലും നമ്മൾ ഈ പോകുന്നതിനും വരുന്നതിനും ഒക്കെ ഇടയിൽ സൺസെറ്റ് ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ ചായക്കുള്ള വെള്ളം വെച്ചു. എനിക്ക് ഇഞ്ചി ചായ കുടിക്കാൻ തോന്നിയിട്ട് ഞാൻ അതിലേക്ക് ഇഞ്ചി കൊത്തി നുറുക്കിയിട്ടു. കടുപ്പം ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. തലവേദന ഒന്നുമില്ല, പക്ഷേ അങ്ങനെ തോന്നി ഇത്തിരി കടുപ്പത്തിൽ കുടിക്കാമെന്ന്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിയിട്ടാണ് ചായ ഇടുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, വി റെയർലി യൂസ് മിൽക്ക് ടീ. അത് അമ്മ ചായ ഇടണം. അമ്മ ചായ ഇടുമ്പോഴത്തേക്ക് അമ്മ ഇത്തിരി ഒത്തിരി ചായ ഇടും. അതെനിക്കറിയത്തില്ല. നമ്മൾ ഞാൻ അച്ചാറിട്ട് ഒരു പാത്രം നശിപ്പിച്ചിരുന്നില്ലേ, ഒരു ചീനച്ചട്ടി നശിപ്പിച്ചിരുന്നില്ലേ, അതിന് പകരമായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണിത്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ആ കറുപ്പ് സാധനം പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് പോകുമെന്ന് ഞാൻ ടെൻഷൻ അടിക്കണ്ടല്ലോ. ഇങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ. മറ്റേത് ഫുൾ കറുപ്പായിരുന്നു കേട്ടോ. ഞാനൊരു അച്ചാറിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നടുക്കുന്ന് അമ്മ കഴുകി കഴിഞ്ഞപ്പോൾ നടുക്ക് മൊത്തം ഇങ്ങനെ വെള്ളയായിട്ട് നിൽക്കുന്നു. പാത്രങ്ങൾ മാറ്റി അടിക്കാൻ പോയപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് നമ്മൾ വിനാഗിരി ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നതിൽ. എന്തായാലും ഞാൻ ഇതിലും വിനാഗിരി യൂസ് ചെയ്യാൻ പോകുന്നില്ല. വിനാഗിരി ഇനിയിപ്പോൾ അച്ചാറൊക്കെ ഇടണമെങ്കിൽ മൺചട്ടിയിലേ ഇടത്തുള്ളൂ. ചായ റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചായപാത്രവും കൂടെ കഴുകി മാറ്റി വെച്ചിട്ട് ഇത് 2 കപ്പിലേക്കാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് ആറ്റണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ അതങ്ങ് തണുത്തോളും. പിള്ളേർ 2 പേരും അമൃതവും കുടിച്ചിട്ടാണ് ഇപ്പോഴേ പുറത്തേക്ക് ഇറങ്ങിയേക്കുന്നത്.
ഞങ്ങൾ ഉറങ്ങുന്നതിൻ്റെയൊക്കെ ഇടയിൽ ഒരു 4 മണി പരുവത്തിനാണ് ആലൻ സിസിജിയിൽ നിന്ന് വന്നിട്ട് ലഞ്ച് കഴിച്ചത്. ഇപ്പോൾ കറക്റ്റ് ടൈം ഞാനിപ്പോൾ ഈ ചായ ഇടുന്നത് ഒരു 6, 6:15 ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അധികം വിശപ്പ് കാണത്തില്ല, ചായ മാത്രമേ കുടിക്കത്തുള്ളായിരിക്കും. പഴംപൊരി ഉണ്ടാക്കി കൊടുത്താൽ തിന്നും, പക്ഷേ എനിക്ക് വയ്യ. നമുക്ക് ഡോക്ടറെ കൊണ്ട് വീട്ടിൽ പോയി നല്ല രീതിക്ക് ഫുഡ് അടിക്കണ്ടേ. നമ്മളിവിടുന്ന് പഴംപൊരി കഴിച്ചുകൊണ്ട് പോയാൽ വയറ് നിറഞ്ഞിരിക്കത്തില്ലേ. അതുകൊണ്ട് ചായ മാത്രം. പഴംപൊരി ശാപം തുടരുന്നു. സത്യമായിട്ടും പിന്നെ ഇതുവരെയും പഴംപൊരി ഉണ്ടാക്കിയിട്ടില്ല. ഇടയ്ക്ക് വീഡിയോ ഇടാത്ത ദിവസവും ഉണ്ടാക്കിയിട്ടില്ല, അന്നും എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കടലൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാം. കുക്കു സാറും കൂട്ടുകാരും ഒക്കെ ദേ ഇപ്പുറത്ത് നിന്ന് ലിലിയൻസിൻ്റെ വീടിൻ്റെ മുന്നിൽ, സേറമോളുടെ വീടിൻ്റെ മുന്നിലായിട്ടും വരും. അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ മേലെ ഇരുന്ന് ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കാൻ നേരത്താണ് ഡാഡയെ കണ്ടത് കേട്ടോ. ഡാഡയെ എനിക്ക് തോന്നുന്നു പള്ളിയിലെ പൂജ കഴിഞ്ഞിട്ട് ഡോക്ടറുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിലുവിനെ കാണാൻ കയറിയതാണ്. ഡാഡാന്ന് ഞാൻ വിളിക്കുന്നത് അലൻ്റെ ഫാദറിനെയാണ് കേട്ടോ. വണ്ടി നേരെ അങ്ങോട്ടേക്കാണോ പോകുന്നത്, ഇവിടെ നിർത്തുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഇവിടെ നിർത്തി. ഞാൻ അങ്ങനെ താഴെ ഇറങ്ങിയിട്ട് നിലു സേറമോളുടെ വീട്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ മതിൽ വഴി ഇങ്ങ് വെളിയിലെടുത്തു. തിരിച്ച് ഡാഡ പുലിച്ചിറയിലേക്ക് പോകുമ്പോൾ കൂടെ പോകണം എന്നുള്ള മട്ടിലാണ് ഈ നിൽക്കുന്നത്. ഇനിയിപ്പോൾ പോകുമ്പോൾ എന്തായാലും കരയും. അത് അവിടുന്ന് ആര് വന്നാലും അങ്ങനെ തന്നെയാണ്. ഡാഡയും മമ്മിയും ചേച്ചി ആരെ കണ്ടാലും അങ്ങനെയാണ്. അങ്ങനെ പിന്നെ പോകാൻ നേരത്ത് ഡാഡ ഇങ്ങനെ ഞാൻ പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് വന്ന് നിന്നെ എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സോപ്പിട്ട് ആ ഒരു കണ്ടീഷനിലാണ് പിന്നെ നിന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ വന്നോളാമെന്ന് പറഞ്ഞിട്ടാണ് ഈ സൈക്കിളും എടുത്ത് ഇറങ്ങിയത്. അതിതുവരെയും ചവിട്ടാനൊന്നും അറിയത്തില്ല, ഇങ്ങനെ തീണ്ടി പോവുക ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ അടിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഉമ്മതാന്ന് പറഞ്ഞിട്ട് ഡാഡ ഇപ്പുറത്തെ കവിളിലും കൂടെ ഉമ്മയൊക്കെ മേടിച്ചു. എന്നിട്ട് ഡാഡ അങ്ങോട്ട് ഇറങ്ങി. അത് ഞാൻ പറയാൻ കാരണം, ഡാഡ ഇറങ്ങി കഴിഞ്ഞ ഉടനെ ഇവൻ എന്നോട് പറയുക, അമ്മ ഇവിടെ ഇരുന്ന് കരയരുത്, ഞാൻ പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് പുച്ചറെ കൊണ്ടുപോവാം, കരയാതിരിക്കണം. ഞാൻ ഡാഡ അവനോട് പറഞ്ഞ അതേ ഡയലോഗ് അവൻ എൻ്റെ അടുത്ത് റിപ്പീറ്റ് ചെയ്യുക, ഒരു ഉമ്മതാ. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പുറത്ത് ഉമ്മ തന്നെ. അങ്ങനെ ഉമ്മ കൊടുത്ത് എനിക്കൊരു ഗുഡ് ബോയും ഒക്കെ കിട്ടി. സാറതേ പെട്രോൾ അടിക്കാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ അമ്മ പള്ളിയിൽ നിന്ന് വരാനായിട്ടുള്ള സമയമായി. ഞാൻ നോക്കിയപ്പോൾ ലില്ലിയമ്മച്ചി വന്നു. അമ്മച്ചീനെ ആരോ കൊച്ചുവപ്പയായിരിക്കണം വണ്ടിയിൽ പള്ളിയിൽ നിന്ന് കൊണ്ടുവിട്ടു. അവിടെ ബെഞ്ചിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവനെയും വിളിച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് ലില്ലി വീട്ടിൽ പോകാമെന്ന്. ലില്ലിയമ്മച്ചി എൻ്റെ ഗ്രാൻഡ് മദറാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കുരിശടിയാണിത്. അതിന് പുറകിലായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ വീട്. വീട് തൊട്ടടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും റെയറായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാറുള്ളൂ, അല്ലെങ്കിൽ മിനിയാൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ അവിടെ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങളിതേ ലില്ലിയമ്മച്ചിയുടെ അടുത്തെത്തി. ലില്ലിയമ്മച്ചി ഈസ് മൈ ഫാദേഴ്സ് മോം. കുറച്ച് നേരം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുക്കു സാറിനെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക വന്ന് കുളിക്കാനായിട്ട്. അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അമ്മ ഇവിടുന്ന് ചെന്ന് സേറമോളുടെ അമ്മൂമ്മയടുത്ത് പറഞ്ഞു, ഇവരെല്ലാം വീട്ടിൽ പോകാൻ പറ മാമി, എന്നാലേ കുക്കു ഞങ്ങളുടെ കൂടെ വരത്തുള്ളൂ എന്ന്. അപ്പോൾ മാമി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 10 മിനിറ്റും കൂടെ, നേരത്തെ എങ്ങാണ്ട് പറഞ്ഞു 10 മിനിറ്റും കൂടെ കളിക്കുമെന്നല്ലേ പറഞ്ഞത്. എന്താന്ന് ഇവിടെ നല്ല പൊടിയായി, ഇപ്പോൾ ഡ്രൈ അല്ലേ, മഴയൊന്നും പെയ്യുന്നില്ലല്ലോ. അപ്പോൾ സേറമോളുടെ വീട്ടിൽ ഈ കടപ്പുറത്ത് അവരെന്തോ നടപ്പാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ബണ്ടിലൊക്കെ കൊണ്ട് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് അവിടെ ഒന്നും കളിക്കാൻ സ്ഥലമില്ല. ഇവിടെയും ഇത്രയും ഗ്രൗണ്ടും ഇങ്ങനെയായിപ്പോയി. ആകെ സ്ഥലം സേറമോളുടെ വീടിൻ്റെ കറക്റ്റ് മുമ്പിലാണ്. അപ്പോൾ ഇവർ ഫുട്ബോൾ അടിക്കുമ്പോൾ ഒത്തിരി പൊടി പറക്കുന്നുണ്ട്. അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. കുറച്ച് നേരമൊക്കെ കളിക്കാൻ സമ്മതിക്കും. അങ്ങനെ വീട്ടിൽ വന്ന് 2 പേരും കുളിച്ച് റെഡിയാക്കിച്ചു. ഞാൻ അമ്മയുടെ കൂടെ 2 പേരെയും വിട്ടു. ഇവർ നടന്ന് തുടങ്ങട്ടെ എന്ന് കരുതി. ഞാൻ ഇനി പോയി വണ്ടിയിൽ ലില്ലിയമ്മച്ചിനെ എടുത്തിട്ട് പോകണം. ഞാൻ പെപ്പ് വാങ്ങിക്കാനുള്ള മെയിൻ കാരണം ഇതാണ് കേട്ടോ. ലേഡി ബേർഡ് തള്ളിക്കൊണ്ട് പോകുന്ന പോലെ തള്ളിക്കൊണ്ട് പോവുക. അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഡോക്ടറുകളുടെ വീട്ടിലെത്തിയപ്പോൾ സൂര്യണ്ണൻ്റെ ഇവിടെ എത്തി. സൺസെറ്റ് നമുക്ക് വഴിയേ കാണാം. പോയി ഫുഡ് അടിക്കാം. ഇവിടെ അപ്പവും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു. ലില്ലിയമ്മച്ചിക്ക് ഒരു കമ്പനി കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ ടേബിളിൽ അമ്മയും കുക്കും ഉണ്ട്. അവിടെയും കമ്പനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിലു കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു അപ്പവും ഇത്തിരി വെജിറ്റബിൾ കറിയും ഒരു പീസ് ചിക്കനും ഇത്തിരി അലുവയൊക്കെ വെച്ച് കൊടുത്തു. അലുവയും കഴിച്ചു, ചിക്കൻ ഫ്രൈയും കഴിച്ചു, ബാക്കിയൊന്നും കഴിച്ചു. ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ സോഫി മിസ് വന്ന് സംസാരിച്ചിരുന്നു കേട്ടോ. ഫാത്തിമയിൽ എന്നെ പഠിപ്പിച്ച മിസ്സാണ്. ഞാൻ പെട്ടെന്ന് വിഴുങ്ങിയിട്ട് മിസ്സിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് ചെന്ന് തപ്പിയപ്പോഴത്തേക്ക് ആൾ പോയി കഴിഞ്ഞു. കാര്യം മനസ്സിലായല്ലോ. അതെനിക്കിട്ടുള്ള ട്രോളാണ്. ഇതെല്ലാം ഷൂട്ട് ചെയ്തിരിപ്പോൾ നമ്മൾ ഇതേ സംഭവങ്ങളൊക്കെ ഒന്നും കൂടെ കാണണമെന്ന്. പപ്പയുടെ ഫ്രണ്ടാണത്, ഗ്ലാഡ്സൺ അങ്കിൾ.
ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ്. നമ്മുടെ വീടും ലില്ലിയംസിൻ്റെ വീടും ഒക്കെ ഈ ഒരു റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ വരും. ആ ഓട്ടോ കഴിഞ്ഞ് കാണുന്നതാണ് ഡോക്ടറുകളുടെ വീട്. ഇതേ കൊച്ചുവപ്പം അവിടെ നിൽപ്പുണ്ട്. ലില്ലിയംച്ചി വണ്ടിയും കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി എടുത്ത് പോവാം. കടപ്പുറത്ത് നിന്ന് നേരെ തിരിഞ്ഞാൽ നമ്മുടെ കുരിശടിയുടെ തൊട്ട് പുറകിലാണ് കേട്ടോ ലില്ലിയംസിൻ്റെ വീട്. അതാ നമ്മുടെ വീട്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. ക്രിസ്മസിൻ്റെ അന്ന് ഞാനൊരു അടിപൊളി സൺസെറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വ്ളോഗിൽ. അത് കഴിഞ്ഞ് ഇത്ര ക്ലിയർ ആയിട്ടൊരു സൺസെറ്റ് പിന്നെ എനിക്ക് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. ഒരു ഷോർട്സിലും എങ്ങാണ്ടും ഉണ്ട്. ഒരു ഷോർട്സിലും ഉണ്ട്. ഒരു ജാനുവരിയിലെ മറ്റോ ഒരു സൺസെറ്റ് അങ്ങനെ കിട്ടിയിരുന്നു. പലപ്പോഴും ആ ഹൊറൈസൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ക്ലൗഡി ആയിട്ട് നമുക്ക് പിന്നെ അത് അത്ര വിസിബിൾ ആയിരിക്കത്തില്ല. അങ്ങനെ സന്ധ്യയായി വിശ്വസായി വീട്ടിൽ കയറി ലൈറ്റൊക്കെ ഇട്ടു. ഒരാൾ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വരവാണിത്. മെയിൻ ഗേറ്റ് യൂസ് ചെയ്യത്തില്ല. ആദ്യം ബോൾ വരും, പുറകെ ആൾ മധുരം ചാടി വരും. ഈ മതിൽ കുറച്ച് ചരിഞ്ഞാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ എത്ര തവണ പറഞ്ഞാലും കേൾക്കത്തില്ല. അപ്പുറത്ത് നിന്ന് കുറച്ച് മണ്ണ് നമ്മുടെ പെരുന്നാളിൻ്റെ ടൈമിൽ ഗ്രൗണ്ട് വൃത്തിയാക്കിയപ്പോൾ ഇങ്ങോട്ട് മതിലിലോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്, മതിൽ അങ്ങോട്ട് വീഴാതിരിക്കാൻ. പക്ഷേ അടുത്ത് നമ്മൾ ഈ വീട്ടിൽ റിനോവേറ്റ് ചെയ്യാൻ പോകുന്ന സാധനം അതായിരിക്കും എന്നെൻ്റെ മനസ്സ് പറയുന്നു. ഒത്തിരി വർഷം പഴക്കമുള്ള മതിലത്. മൺഡേ കുക്കു സാറിന് ഡിക്റ്റേഷനും കോൺവെർസേഷനുമാണ്. ഇവരുടെ കോൺവെർസേഷന് കൊടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെയാണ് കൊടുത്തത്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഏതാണ്ട് അടുത്ത കാലത്ത് വരെ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഹലോ, ഹായ്, ഹൗ ആർ യു, ഐ ആം ഫൈൻ, താങ്ക് യു എന്നൊക്കെയായിരുന്നു തുടങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ പേരൻറ്റ്സ് നമ്പർ, ഫാദറിൻ്റെ നമ്പർ, വീട്ടിലെ അഡ്രസ്സ്, വാട്ട് വിൽ യു ടെൽ എ സ്ട്രേഞ്ചർ ഇഫ് ഹി ഓഫേഴ്സ് യു എ ലിഫ്റ്റ്, വാട്ട് വിൽ യു ടെൽ എ സ്ട്രേഞ്ചർ ഇഫ് ഹി ഓഫേഴ്സ് യു എ ചോക്ലേറ്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ. പിന്നെ നാഷണൽ ചൈൽഡ് ലൈൻ നമ്പർ. ഇതൊക്കെ മാറ്റം വരണമല്ലോ. കുട്ടികൾക്ക് പരിചയമില്ലാത്ത, അവർ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ സ്ട്രേഞ്ചേഴ്സ് ആണെന്നും അവരുടെ കയ്യിൽ നിന്ന് ലിഫ്റ്റോ ചോക്ലേറ്റ്സോ ഒന്നും സ്വീകരിക്കരുത് എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ അവരെ പഠിപ്പിക്കണമല്ലോ. അതൊക്കെ ഈ ഏജിൽ തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അരുവി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഇരുന്ന് കണ്ടു. കുക്കു സാറ് സാറ്റ് കളിക്കാൻ പോയി കേട്ടോ. ആദ്യത്തെ സെറ്റ് ഓഫ് ഗെയിംസ് ഫുട്ബോളിൻ്റെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് രാത്രി 7 മണിയാകുമ്പോൾ അടുത്ത ഷെഡ്യൂൾ തുടങ്ങും സാറ്റ് കളിക്കാനായിട്ട്, ഒളിച്ചു കളി. പടം തീരാറായപ്പോഴത്തേക്ക് ആൾ തിരിച്ചെത്തി. ഇനി പോയി കുളിക്കാൻ പറയുന്നതിന് മുമ്പ് ഇത്തിരി നേരം ഞാൻ കാറ്റ് കൊള്ളട്ടെ എന്നും പറഞ്ഞ്. ഇങ്ങനെയാണ് കാറ്റ് കൊള്ളുന്നത്. ഇപ്പോൾ ഞാൻ വഴക്ക് പറയും, ഞാൻ ഈ ബോൾ വെളിയിലാക്കും. ആ വെളിയിൽ പൊടിയിൽ കിടന്ന് കളിക്കുന്നതല്ലേ, അവൻ തന്നെ തുമ്മാൻ തുടങ്ങും ഇച്ചിരി കഴിയുമ്പോൾ. പിന്നെ അവൻ്റെ ആ ഒരു അത്ര ഇഷ്ടമുള്ള സാധനമല്ലേ, അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങളെയും കൂടെ കാണിച്ചതാണ്. മന്തിയിൽ ഈ ചിക്കൻ പീസസ് കുറവാണ്. അപ്പനും മോനും കൂടെ 2-3 പീസായിട്ടൊന്നും എടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ 2 എഗ്ഗ് എടുത്ത് ബുൾസൈ പോലെ ചെയ്തെടുക്കുന്നുണ്ട്. എഗ്ഗ് ഇട്ടിട്ട് അതിന് മീതേക്ക് ഉപ്പും പെപ്പറും ഇട്ട് തിരിച്ചൊന്നിട്ടിട്ട് അങ്ങെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. മന്തി ഓരോ പ്ലേറ്റിലും ആവശ്യത്തിന് വേണ്ടത് എടുത്തിട്ട് അത് ഓരോന്ന് വീതം അങ്ങനെ അവനിൽ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ആദ്യത്തെ എഗ്ഗ് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടു. അപ്പോഴത്തേക്ക് നമ്മൾ വെച്ച പ്ലേറ്റ് ചൂടായി കാണും. 1 മിനിറ്റ് വെച്ചാൽ മതി. അതിലേക്ക് എഗ്ഗ് എടുത്ത് വെച്ചിട്ട് അടുത്ത പ്ലേറ്റ് വീണ്ടും അവനിൽ വെച്ചിട്ടാണ് അടുത്ത എഗ്ഗ് ഇട്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പണ്ണാലും പ്ലാൻ പണ്ടണം. ഇത് തീരുമ്പോൾ അതും തീരും. രണ്ടും എടുത്തുകൊണ്ട് പോയി കൊടുക്കാം. പടം തീർന്നിട്ടില്ല കേട്ടോ, ഞാനത് പോസ് ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. നല്ലൊരു മൂവിയായിരുന്നു. കുറേ മെസ്സേജസൊക്കെ ഉണ്ട് ആ മൂവി പാസ് ചെയ്യുന്നത്. ഒരു അത്ര ഹൈപ്പൊന്നും ഞാനതിന് കൊടുക്കുന്നില്ല, പക്ഷേ കൊള്ളാം, ഇരുന്ന് കാണാം. അങ്ങനെ 2 പേർക്കുള്ള മന്തിയും എഗ്ഗും റെഡിയായി. ബാക്കിയുള്ള സാലഡും പിന്നെ തക്കാളി ചട്നിയും മയണൈസും ഇത് രണ്ടും ഞാൻ അങ്ങ് തീർത്തു. 2 പ്ലേറ്റിലും കൂടെ ആവശ്യത്തിൽ കൂടുതലും ഒക്കെ വെച്ചങ്ങ് തീർത്തു. ഇനി ഇതൊക്കെ വെച്ചിരുന്നിട്ട് നാളെ എന്തിൻ്റെ കൂടെ എടുക്കാനാണ്? മയണൈസൊക്കെ അങ്ങനെ ഞാനാണെങ്കിൽ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലായിരുന്നല്ലോ, വെളിയിലിരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇനി അത് ഫ്രിഡ്ജിലോട്ട് കയറ്റുന്നില്ല, തീർക്കാമെന്ന് കരുതി. പിന്നെ ചെന്നിരുന്നിട്ടാണ് ഞാൻ മൂവി പ്ലേ ചെയ്തത്, ബാക്കി കാണണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കമൻറ്റ് മാത്രമല്ല, ആ ഒരു കമൻറ്റ് കുറച്ചൊരു എന്താ പറയുന്ന ഒരു ഐ ഓപ്പണിംഗ് പോലെ ആയിരുന്നു എങ്കിലും ബാക്കി എല്ലാ കമൻസും നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹമാണ് കാണിച്ചത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദാറ്റ്, സോ താങ്ക്ഫുൾ. അത്ര നല്ലൊരു സെറ്റ് ഓഫ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി എനിക്ക് കിട്ടിയില്ലേ. ഐ വാസ് ഏബിൾ ടു ബിൽഡ് എ
സിൻസിയർ കമ്മ്യൂണിറ്റി. അങ്ങനെ എന്തോ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. ഫോളോ ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും. നിങ്ങൾക്ക് ഷോർട്സാണ് ഇഷ്ടമെങ്കിൽ ഷോർട്സ് കണ്ടോളൂ, ലോങ് വീഡിയോ ആണ് ഇഷ്ടമെങ്കിൽ ലോങ് വീഡിയോ കണ്ടോളൂ. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ദെയർ വിത്ത് മീ. ബൈ.